മാവേലി നാടോ വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ ആമോദത്തോടെ വസിക്കും കാലം ആപത്തങ്ങാർക്കും മൊട്ടില്ല താനും. ഇപ്പോഴും ഈ അതിമനോഹരമായ ഈ ഓണത്തിൻ്റെ മാഹാത്മ്യത്തെ ഉദ്ഘോഷിക്കുന്ന ഈ കവിതയുടെ വരികളുടെ കർത്താവിനെ അറിയില്ല. അജ്ഞാന കർത്തൃത്വമാണ്, ആരാണെന്നറിയില്ല. അത്ര മനോഹരമായി ഇത് തിരുവാതിരയായും അതേ രീതിയിൽ ഒന്നിച്ചുള്ള സമൂഹ ഗാനങ്ങൾ പോലെ എല്ലാവരും പാടി പൊലിപ്പിച്ച് നമ്മുടെ മനസ്സിൽ ഒരു വലിയ ധാരണ ഓണത്തിനെ പറ്റിയുള്ള ആ സമഭാവന തുളുമ്പുന്ന മാവേലിയുടെ ഭരണമൊക്കെ നമ്മുടെ മുന്നിൽ അനാവരണം ചെയ്യുന്നു ഈ കവിത. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നിങ്ങളുടെ നാളെയിലേക്ക് സ്വാഗതം. നാളെ തിരുവോണമാകുന്നു. നാളെ ബുധനാഴ്ച തിരുവോണമാകുന്നു. മലയാളിക്ക് ഏറ്റവും നൊസ്റ്റാൾജിയ തരുന്ന ദിനമാണ് ചിങ്ങമാസത്തിലെ തിരുവോണവും മേടമാസത്തിലെ വിഷുവും. നേരെ മറിച്ച് തമിഴ്നാട്ടിലൊക്കെ ദീപാവലിക്ക് വലിയ പ്രാധാന്യമാണ്. അപ്രകാരം ഹോളിക്ക് പ്രാധാന്യമുണ്ട്. അതേപ്രകാരം മറ്റ് പല സംസ്ഥാനങ്ങളിലും നമ്മുടെ ദശമി വിദ്യാരംഭവുമായി ബന്ധപ്പെടുന്ന ദിനങ്ങൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കന്നിമാസത്തിൽ. ഏതായാലും മലയാളിയുടെ ഏറ്റവും വലിയ നൊസ്റ്റാൾജിയ തരുന്ന ഓണക്കാലമാണ് സമാഗതമാകുന്നു. നാളെ തിരുവോണമാകുന്നു. നാളെ 1202 ചിങ്ങമാസം 10-ാം തീയതി, അതായത് 2026 ആഗസ്റ്റ് മാസം 26-ാം തീയതി സൗമ്യവാരം ബുധനാഴ്ച. ലോക മലയാളികളെല്ലാം തന്നെ ടിക്കറ്റ് എടുത്ത് നാട്ടിലേക്കെത്തി തങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ ഓണം കൂടുവാൻ. എൻ്റെ വിസയുടെ കാലാവധി ആയതുകൊണ്ട് ഞാൻ ദുബായിലെത്തി, UAE-യിലെത്തി. എൻ്റെ അടുത്ത സുഹൃത്തിൻ്റെ വീട്ടിലാണ് നാളെ എൻ്റെ ഓണം. ഇവിടുന്ന് എല്ലാവരും നാട്ടിലേക്കാണുള്ളത്. എൻ്റെ വിസയുടെ കാലാവധി കഴിയുന്നതുകൊണ്ട് ഞാൻ 21-ാം തീയതി കാലത്ത് ബോംബെയിൽ നിന്നും ഇവിടത്തേക്ക് എത്തി, ദുബായിലേക്ക് എത്തി. ഏതായാലും എൻ്റെ പ്രിയപ്പെട്ട മലയാളികൾക്ക് ഓണാശംസകൾ. നല്ലൊരു ദിനമാണ് ബുധനാഴ്ച തിരുവോണം മഹാവിഷ്ണുവിൻ്റെ നക്ഷത്രമാണ്, അല്ലേ? നിങ്ങൾക്കറിയാം. തിരുവാതിര ശിവൻ്റെയും തിരുവോണം മഹാവിഷ്ണുവിൻ്റെയുമാണ്. പക്ഷേ വിവാഹ വിഷയം ചിന്തിക്കുമ്പോൾ തിരുവാതിരയും തിരുവോണവും വേദമാണ്. ഒരിക്കലും പറ്റാത്ത നക്ഷത്രങ്ങളാണ്. ഒരിക്കലും പറ്റില്ല, വേദമാണ്. മരണം ഉറപ്പ് എന്നൊക്കെ പറയും. ഈ 2 നക്ഷത്രങ്ങൾ പറയുമ്പോൾ തന്നെ ജ്യോതിഷികൾ പലപ്പോഴും പലരും അടുപ്പം വളരെ ക്ലോസായി വിവാഹ സമയത്താണ് ഇതൊക്കെ നോക്കുക. അന്നേരമാണ് പറയുക വേദമാണ്, ഒരിക്കലും പറ്റില്ല എന്നൊക്കെ പറയും. അതിനും പരിഹാരങ്ങൾ കാണും. അതിന് പരിഹാരം ജ്യോതിഷികൾ നിർദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ മധ്യമരജിയുള്ള സമയത്തും പരിഹാരം നിർദ്ദേശിക്കാറുണ്ട്. ഷഷ്ടാഷ്ടമുള്ളപ്പോഴും പരിഹാരം നിർദ്ദേശിക്കാറുണ്ട്. ഏതായാലും ലോക മലയാളികൾക്കൊക്കെ തന്നെ തിരുവോണ ആശംസകൾ. തൃശ്ശൂർ സൂര്യോദയം കാലത്ത് 6:19, അസ്തമയം വൈകിട്ട് 6:35. രാഹുകാലം നിങ്ങൾക്കറിയാം, 12 മുതൽ 1:30 വരെയുള്ള സമയം. വെളുത്തപക്ഷത്തിലെ ത്രയോദശി തിഥിയാണ്. കാലത്ത് 7:45 വരെ. 7:45 കഴിഞ്ഞാൽ ഉടൻ അപൂർണമായ റിക്തയായ ഒഴിഞ്ഞയായ ചതുർദശി, വെളുത്തപക്ഷത്തിലെ ചതുർദശി തിഥി 14ാമത്തെ തിഥിയാണ്. വളരെ ശക്തമാണ്. പക്ഷേ തിഥി ഒഴിഞ്ഞ തിഥിയാണ്. തിഥി ജ്യോതിഷത്തിൽ സമ്പത്തിനെ സൂചിപ്പിക്കുന്നു. നല്ല ഒരു സമയമാണ്. കാലത്ത് 9:20 മുതൽ 10 മണി വരെയുള്ള സമയം. നല്ല കാലഹോര, നല്ല രാശി. സൗഹൃദങ്ങൾ ഊട്ടി ഉറപ്പിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധുത്വം ഉറപ്പിക്കാൻ നാട്ടിൽ നിന്ന് വന്നവർക്കൊക്കെ, അല്ലേ, ഓണദിനം എല്ലാവരെയും സന്ദർശിക്കാനൊക്കെ ഈ ഒരു സമയം 9:20 മുതൽ 10 മണി വരെയുള്ള സമയത്തെ ഉപയോഗപ്പെടുത്തുക. നല്ല സമയത്താകട്ടെ ദർശനം. കാലസ്യ ആത്മാനുകൂലത്വം. കാലം അനുകൂലമാകുമ്പോഴാണ് കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയാവുക. നാളെ വിഷ്ണു ക്ഷേത്രത്തിൽ ബുധനാഴ്ചയാണ്, തിരുവോണമാണ്. മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം വഴിപാട് ചെയ്യുക. വിഷ്ണു സഹസ്രനാമം ജപിക്കുക. അതിനപ്പുറത്ത് മറ്റൊരു പുണ്യമില്ല. വിഷ്ണു സഹസ്രനാമം അല്ലെങ്കിൽ നാരായണ കവചം ജപിച്ച് തുടങ്ങുക, ആരംഭിക്കുക. മഹാവിഷ്ണുവിൻ്റെ ദിനമാകട്ടെ വിദ്യയുടെ ദിനമാണ് ബുധൻ. ബുധനാഴ്ച സ്ത്രീകളും ഗർഭിണികൾ, പ്രത്യേകിച്ച് ഗർഭിണികളും നാൽക്കാലികളും സഞ്ചരിക്കാറില്ല എന്ന് മാത്രം. മറ്റെല്ലാ വിഷയത്തിലും ബുധൻ നന്മയുടെ പ്രതീകമായ ശുഭഗ്രഹമാണ്. ഓസ്പിഷ്യസ് പ്ലാനറ്റ് എന്ന് പറയും. ജ്യോതിഷത്തിൽ ശുഭഗ്രഹങ്ങളും പാപഗ്രഹങ്ങളുമുണ്ട്. 5 പാപഗ്രഹങ്ങളാണ്. ആഗ്നേയാൻ പഞ്ചവിദ്ധിത്വം. എന്തൊക്കെയാണ് 5 പാപഗ്രഹങ്ങൾ? സൂര്യൻ, ചൊവ്വ, ശനി, രാഹു, കേതു. ശുഭഗ്രഹങ്ങൾ ആരൊക്കെയാണ്? ബുധൻ,
ശുക്രൻ, വ്യാഴം. ചന്ദ്രന് ശുഭഗ്രഹത്തിൽപ്പെടും. ചന്ദ്രന് പക്ഷബലമാണ്, വെളുത്ത പക്ഷത്തിലാണ് ചന്ദ്രൻ ബലവാനാണ്. ബുധൻ പലപ്പോഴും വളരെ നന്മകളെ പ്രദാനം ചെയ്യും. പക്ഷേ ബുധൻ മൗഢ്യമുണ്ടാവുക, പാപഗ്രഹങ്ങളോട് ചേർന്നാൽ ബുധൻ ആ പാപിയുടെ സ്വഭാവം കാണിക്കും. നാം പറയാറുണ്ട്, ആല ചാരിയാൽ ചാണകം മണക്കും, ചന്ദനമരം ചാരിയാൽ ചന്ദനം മണക്കും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ബുധൻ. പക്ഷേ ഇമ്മീഡിയറ്റ് പെട്ടെന്ന് ഫലം തരുന്ന ഒരു ഗ്രഹമാണ് ബുധൻ. ഗാംബ്ലർ പ്ലാനറ്റാണ്. അതിനാൽ ബുധനാഴ്ച പലപ്പോഴും വ്യാപാരം, കച്ചവടം, വാങ്ങൽ കൊടുക്കൽ, ബൈങ് ആൻഡ് സെല്ലിങ്ങിനൊക്കെ നല്ലതാണ്. തിരുവോണം നക്ഷത്രമാണെങ്കിലോ നല്ല നക്ഷത്രമാണ്. അത് ഉത്രത്രയത്തിൽ പെടുന്നു. ഉത്രത്രയത്തിൽ പെടുന്ന 9 നക്ഷത്രങ്ങളിൽ ഒരു നക്ഷത്രമാണ് തിരുവോണം. നന്നായി ഈ ഒരു ഓണക്കാലം വരട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവിധ ആശംസകളും. നന്ദി, നമസ്തേ.